ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന മലയാളത്തിലെ കുറച്ച് സമാന പദങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വാക്ക് മുക്കുരം. മുക്കുരം ഉണ്ട്, മുക്കുളം ഉണ്ട്. മുക്കുരം എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ്. മുക്കുരം കണ്ണാടി. മുക്കുളമാണെങ്കിൽ മൊട്ട്. മുക്കുരം കണ്ണാടി, മുക്കുളം മൊട്ട്. അപ്പൊ നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ മുക്കുരം എന്ന് പറയുമ്പോണ്ടല്ലോ, കുരം അല്ലെ, ഇവിടെ കുളമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ കുരം എന്ന് പറയുമ്പോൾ നമുക്ക് കുരു ഒക്കെ ആലോചിക്കാം. നമ്മുടെ മുഖത്തൊക്കെ ഈ കുരു വന്നു കഴിയുമ്പോണ്ടല്ലോ, നമ്മൾ കണ്ണാടി നോക്കുന്ന ആലോചിക്കാം കേട്ടോ. കണ്ണാടി നോക്കും. അപ്പൊ അങ്ങനെ മുക്കുരം കണ്ണാടി. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, മുക്കുളമാണ്. കുളമാണ് അല്ലെ. കുളത്തിലൊക്കെ ഈ താമരയുടെ മൊട്ടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താലോ. മുക്കുളം, കുളമാണെങ്കിൽ മൊട്ട്. ഓക്കെ, അപ്പൊ മുക്കുരം കണ്ണാടി, മുക്കുളം മൊട്ട്. ഇനി അടുത്ത വാക്ക് നോക്കാം. രുധിരം രക്തമാണ് കേട്ടോ. രുധിരം രക്തം. രുചിരമാണെങ്കിലോ മനോഹരം. ഓക്കെ, രുധിരം രക്തം, രുചിരം മനോഹരം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, രുധിരം എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ നമുക്ക് ഈ ഒരു വാക്കല്ലേ രണ്ട് സ്ഥലത്തും വ്യത്യാസം വരുന്നത്. ഇവിടെ ധിരം, ഇവിടെ ചിരമാണ്. അപ്പൊ ധിരം എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഈ ധീരരായിട്ടുള്ള ആൾക്കാര്, രക്തസാക്ഷികളൊക്കെ എങ്ങനെ ആവില്ലേ, രക്തസാക്ഷി, ധീരരായിട്ടുള്ള ആൾക്കാര്, അങ്ങനെ നമുക്ക് ധീരരായിട്ടുള്ള ആ ധിരം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം കേട്ടോ. രുധിരം എന്ന് പറഞ്ഞാല് രക്തം. രുചിരം, രുചിരം മനോഹരം. ചില കറിയൊക്കെ നമ്മളിങ്ങനെ രുചിച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയും, ആ എന്തൊരു മനോഹരമായിട്ടുള്ള കറി. ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ. രുചിരം മനോഹരം, രുധിരം രക്തം. അടുത്ത വാക്ക് വാപ്പിയാണ്. വാപ്പി എന്ന് പറഞ്ഞാല് കുളമാണ് കേട്ടോ. വാപ്പി കുളം. അതേസമയം പാപി, പാപി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പാപം ചെയ്തിട്ടുള്ള ആളെയാണ് നമ്മൾ പാപി എന്ന് പറയാം. വാപ്പി കുളം, പാപി പാപം ചെയ്തിട്ടുള്ള ആള്. വെറുതെ എക്സാമിന് നമുക്ക് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ട് മാത്രം ആട്ടോ കണക്ഷൻസ് ഒക്കെ പറയുന്നത്. വാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് വാപ്പേനെയൊക്കെ ആലോചിക്കാം അല്ലെ, വാപ്പ. അപ്പൊ ആരുടെങ്കിലും ഒക്കെ വാപ്പ കുളത്തിൽ വീണു എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വാപ്പി കുളമാണ്, വാപ്പി കുളം. പാപി ആണെങ്കിൽ പാപം ചെയ്തിട്ടുള്ള ആള്. അടുത്ത വാക്ക് നോക്കാം. ലാംഗലം. ലാംഗലം എന്ന് പറഞ്ഞാൽ കലപ്പയാണ്. ലാംഗലം കലപ്പ. ലാങ്കൂലി ആണെങ്കിലോ കുരങ്ങാണ് കേട്ടോ. ലാങ്കൂലി കുരങ്ങ്. ലാംഗലം കലപ്പ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച, ലാങ്കൂലി എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണം നമ്മുടെ ഗാംഗുലിനെയൊക്കെയാണ് കേട്ടോ. ഗാംഗുലിക്കൊക്കെ കുരങ്ങനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാങ്കൂലി, ഗാംഗുലി ആലോചിക്കുക കേട്ടോ. കുരങ്ങ്. ലാംഗലം ആണെങ്കിൽ ലാംഗലം കലപ്പ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം. സുതൻ. സുതനും ഉണ്ട്, സൂതനും ഉണ്ട് അല്ലെ. സുതൻ എന്ന് പറഞ്ഞാൽ തായാട്ടോ. താ വരുമ്പോ പുത്രനാണ്. അതേസമയം സൂതനാണെങ്കിലോ, ദായാണ് വരുന്നെങ്കിലോ, സൂതനാണെങ്കിൽ പാചകക്കാരൻ. സുതൻ പുത്രൻ, സൂതൻ പാചകക്കാരൻ. അപ്പൊ ദാ വരുമ്പോ നമുക്കറിയാം അല്ലെ, നമ്മൾ ഇന്നലെയൊക്കെ കണക്ട് ചെയ്താണ് നമ്മുടെ ദം ബിരിയാണി. ദം ബിരിയാണി ദമ്മിന്റെ ദായാണ് കേട്ടോ. അപ്പൊ ദം ബിരിയാണി പാചകക്കാരൻ. ഓക്കെ, അപ്പൊ സൂതനാണെങ്കിൽ പാചകക്കാരൻ, സുതനാണെങ്കിൽ പുത്രൻ. അടുത്ത് നോക്കാം. വാജി. വാജി എന്ന് പറഞ്ഞാല് കുതിരയാണ് കേട്ടോ. വാജി, ജായാണെങ്കിൽ കേട്ടോ. വാജി ആണെങ്കിൽ കുതിര. വാണി ആണെങ്കിലോ വാക്കാണ്. വാണി വാക്ക്. നമ്മുടെ ആകാശവാണിയൊക്കെ ഇല്ലേ അല്ലെ, നമ്മുടെ റേഡിയോ, അതിനകത്ത് വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വാണി വാക്ക്. വാജി ആണെങ്കിൽ കുതിര. ഈ കുതിരയൊക്കെ നമ്മുടെ രാജാവിന്റെ കുതിര എന്നൊക്കെ ജസ്റ്റ് ആലോചിക്കാലോ അല്ലെ. അപ്പൊ രാജാവിനകത്ത് ജായും വായൊക്കെ ഇല്ലേ, അപ്പൊ അതേപോലെ വാജി കേട്ടോ, രാജാവ്. അപ്പൊ വാജി, ജായും വായൊക്കെ ഉണ്ട്. അപ്പൊ വാജി എന്ന് പറഞ്ഞാല് കുതിര, അല്ലെങ്കിൽ കുതിര ഒരു ജീവിയാണെന്നൊക്കെ പറഞ്ഞൊന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ജായും വായൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത വാക്ക് നോക്കാം. ഋണം. ഋണം എന്ന് പറഞ്ഞാല് കടമാണ്. ഋണം കടം. അതുപോലെ തന്നെ ഋതം എന്ന് പറഞ്ഞാല് സത്യമാണ്. ഋതം സത്യം. ഋണം കടം. ഋണം എന്ന് പറയുമ്പോണ്ടല്ലോ പണം എന്ന് പറയുന്ന പോലെ അല്ലേ, ഋണം പണം. അപ്പൊ പണം ഇല്ലെങ്കിൽ കടം വരില്ലേ, അപ്പൊ അങ്ങനെ നമുക്ക് ഋണം കടം. ഋതമാണെങ്കിൽ ഋതം സത്യം. ഋതം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ ഋതം ആലോചിക്കാം അല്ലെ. നമ്മുടെ ഈ ലോകത്തെ എല്ലാത്തിനും ഋതം ഉണ്ടെന്ന് ആലോചിക്കാം. എല്ലാത്തിലും ഋതം ഉണ്ടെന്ന് ആലോചിക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ അതൊരു സത്യം അല്ലേ, ഒരു ഫാക്റ്റ് അല്ലേ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. അപ്പൊ ഋതം എന്ന് പറയുന്ന ഒരു സത്യമാണ്, ഒരു ഫാക്റ്റ് ആണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. ഒരു ട്രൂത്ത് ആണെന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഋണമാണെങ്കിൽ പണം ആലോചിക്കാം, അപ്പൊ കടം കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചുള്ള വാക്കുകൾ നമുക്ക് ഒന്നും കൂടെ മൈൻഡിലേക്ക് കയറ്റാം. എന്നിട്ട് നമുക്ക് അടുത്ത വാക്കുകൾ നോക്കാം. മുക്കുരം എന്ന് പറയുമ്പോൾ കണ്ണാടി, കുരു അല്ലെ. കുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടി നോക്കും. മുക്കുളം, കുളമാണ് അല്ലെ. മുക്കുളം മൊട്ട്, അപ്പൊ കുളത്തില് താമരമൊട്ട്. രുധിരമുണ്ട്, രുചിരമുണ്ട് അല്ലെ. രുധിരം എന്ന് പറഞ്ഞാൽ എന്താ, രക്തമാണ്. അപ്പൊ ധീരരായിട്ടുള്ള ആൾക്കാരുടെ രക്തം, രക്തസാക്ഷിയൊക്കെ ആലോചിക്കാം. രുചിരം മനോഹരം, രുചിച്ചു നോക്കിയിട്ട് പറയും മനോഹരമായിട്ടുള്ള കറി എന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. വാപ്പി എന്ന് പറഞ്ഞാൽ കുളം അല്ലെ, ആരുടെങ്കിലും വാപ്പ കുളത്തിൽ വീണോ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. പാപി നമുക്കറിയാം പാപം ചെയ്തിട്ടുള്ള ആള്.
ലാംഗലം. ലാംഗലം എന്ന് പറഞ്ഞാല് കലപ്പയാണ്. അത് പഠിച്ചു വെക്കണം കേട്ടോ. ലാംഗലം കലപ്പ. ലാങ്കൂലി ആണെങ്കിലോ കുരങ്ങാണ്. നമ്മുടെ ഗാംഗുലിക്ക് കുരങ്ങനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ആലോചിക്കുക കേട്ടോ. ലാങ്കൂലി ആണെങ്കിൽ കുരങ്ങ്. സുതനാണെങ്കിൽ സുതനും സൂതനും ഉണ്ട്. തായാണ് വരുന്നതെങ്കിൽ പുത്രനാണ്. ഓക്കെ, തായാണെങ്കിൽ പുത്രൻ. സൂതനാണെങ്കിലോ ദായാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ദം ബിരിയാണിയുടെ ദാ അല്ലെ. അപ്പൊ പാചകക്കാരൻ. അടുത്ത് നോക്കിയേ വാജി, കുതിര. കുതിര ആരുടെ? രാജാവിന്റെ അല്ലെ. അപ്പൊ രാജാവിനകത്തുള്ള ജായും വായൊക്കെ ഉണ്ട് കേട്ടോ. വാജിയാണ്, ജായാണ് കേട്ടോ. ഇനി വാണി എന്ന് പറഞ്ഞാല് വാക്കാണ്. അടുത്ത് നോക്കാം അതിഥി, അതിഥി. ഓക്കെ, അതിഥി എന്ന് പറഞ്ഞാല് വിരുന്നുകാരനാണ്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ. ആ തി ധി ആണ് അല്ലെ. അതിഥി വിരുന്നുകാരൻ. അതിഥി ആണെങ്കിലോ ദേവമാതാവ്. ഓക്കെ, അപ്പൊ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ദാ വരുമ്പോഴാണ് ദാ വെച്ചിട്ടുള്ള ദേവമാതാവ് വരുന്നത് കേട്ടോ. അതിഥി ആണെങ്കിൽ ദേവമാതാവ്. ഇവിടെ നോക്കിയേ, അതിഥി. ഇത് എഴുതാൻ പഠിക്കണം കേട്ടോ. PSCക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കാണ്. അതിഥിയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, വിരുന്നുകാരൻ അല്ലെ. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ തിന്നാനൊക്കെ കൊടുക്കും അല്ലെ. അപ്പൊ തിന്നാന്റെ തീയാണ് കേട്ടോ, തീ. ഓക്കെ, അതേപോലെ തന്നെ വിരുന്നുകാരൊക്കെ നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബെഡൊക്കെ കൊടുക്കേണ്ടി വരില്ലേ. അപ്പൊ ഒരു ബെഡ് ഷേപ്പുള്ള നമ്മുടെ ധായാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിഥി ആണെങ്കിൽ വിരുന്നുകാരൻ, അതിഥി വിരുന്നുകാരൻ. അതിഥി ആണെങ്കിൽ ദേവമാതാവ്. അടുത്ത് നോക്കാം അനലനും അനിലനും. അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, അതായത് തീയാണ്. അനലൻ അഗ്നി. അനിലൻ ആണെങ്കിൽ കാറ്റാണ് കേട്ടോ. അനിലൻ കാറ്റ്. അനിലൻ എന്ന് പറയുമ്പോണ്ടല്ലോ അതിനകത്ത് നില എന്നുള്ള വാക്കുണ്ട് അല്ലെ. ഇപ്പം നില എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ഈ ഫ്ലാറ്റിലൊക്കെ നിലകൾ ആലോചിക്കാം. അപ്പൊ ഏറ്റവും മുകളിലേക്ക് പോകുന്ന നിലയിൽ നല്ല കാറ്റായിരിക്കും ആലോചിക്കാം അല്ലെ. ഏറ്റവും മുകളിലത്തെ നിലയിൽ നല്ല കാറ്റായിരിക്കില്ലേ. അപ്പൊ നില വരുമ്പോഴാണ് കാറ്റ്. മാറിപ്പോരുത് കേട്ടോ. അപ്പൊ അനലനാണെങ്കിൽ അഗ്നിയും അനിലനാണെങ്കിൽ കാറ്റും. അടുത്ത് നോക്കാം ലോപം. ലോപമാണെങ്കിൽ കുറവാണ്. അതേസമയം ലോപം ആണെങ്കിൽ കേട്ടോ, പായ്ക്ക് പകരം ബാ വരാണെങ്കിൽ. ലോപമാണെങ്കിൽ കുറവ്, ലോപമാണെങ്കിൽ പിശുക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയില്ലേ ലോപം എന്ന് പറഞ്ഞാൽ ലോപിച്ചു പോവാ, ലോപസന്ധിയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ലോപിച്ചു പോവാ കുറവാണ് അല്ലെ, കുറവാണ്. അപ്പൊ ലോപം എന്ന് പറഞ്ഞാല് കുറവാണ്. അതേസമയം ലോപം ആണെങ്കിൽ ഈ ബായാണെങ്കിൽ കേട്ടോ പിശുക്കാണ്. ലോപം എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭം ആലോചിക്കാലോ അല്ലെ. ഈ ലാഭം നോക്കി നടക്കുന്ന ആൾക്കാർ കുറച്ച് പിശുക്കന്മാരായിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ലാഭം ആലോചിക്കുക. ലോപം എന്ന് പറയുമ്പോൾ ലാഭം ആലോചിക്കുക കേട്ടോ. അപ്പൊ പിശുക്കാണ്. ലോപം കുറവ്. അടുത്ത് നോക്കിയേ, രോധനമാണെങ്കിൽ തടയലും രോധനമാണെങ്കിൽ കരച്ചിലാണ് കേട്ടോ. രോധനം ഈ ധായാണ് ധനം. ഈ ധനമാണെങ്കിൽ തടയലും ഈ ധനമാണെങ്കിൽ കരച്ചിൽ. അപ്പൊ രോധനം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതിരോധം ഒക്കെ ഒന്ന് ആലോചിക്കാലോ. പ്രതിരോധം, റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ തടയലല്ലേ വരുന്നേ. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഈ രോധം ഈ ധായാണ്. രോധനമാണെങ്കിൽ തടയലും രോധനമാണെങ്കിൽ കരച്ചിൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തത് രഥം, അതുപോലെ തന്നെ രഥമാണ്. ഓക്കെ, രഥം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, തേരാണ്. രഥം തേര്. ഇനി രഥമാണെങ്കിലോ പല്ലാണ്. അപ്പൊ നമ്മുടെ പല്ല് എന്ന് പറഞ്ഞാൽ ദന്തം അല്ലെ, ആ ദായാണ് വന്നിട്ടുള്ളത് കേട്ടോ. രഥമാണെങ്കിൽ പല്ലാണ്, രഥമാണെങ്കിൽ തേര്. അടുത്തത് PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് സുഗരം, അതുപോലെ തന്നെ സൂകരം. സുഗരമാണെങ്കിൽ എളുപ്പമാണ്. സുഗരം നമ്മൾ പറയില്ലേ സുഖകരം എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ സുഗരം എന്ന് പറഞ്ഞാൽ എളുപ്പം. സൂകരം എന്ന് പറഞ്ഞാൽ എന്താ? പന്നിയാണ്. അപ്പൊ സൂലൊക്കെ കാണുന്ന എന്തിനെയാ? പന്നീനൊക്കെ കാണുന്ന ആലോചിക്കാം. അപ്പൊ സൂകരം. സൂകരം എന്ന് പറഞ്ഞാല് പന്നി. സുകരം എന്ന് പറഞ്ഞാല് എളുപ്പം. അടുത്ത് നോക്കാം പായസം. പായസം ഉണ്ട്, വായസം ഉണ്ട്. പായസം നമുക്കറിയാം അല്ലെ, ഒരു ആഹാര പദാർത്ഥമാണ് പായസം. വായസം എന്ന് പറഞ്ഞാല് കാക്കയാണ് കേട്ടോ. വായസം കാക്ക. വയസ്സായിട്ടുള്ള ഒരു കാക്കയാണെന്നൊക്കെ ആലോചിക്കുക. വായസം കാക്ക. ഓക്കെ, പായസം ഒരു ആഹാര പദാർത്ഥം. ഓക്കെ, അപ്പൊ പഠിച്ച് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഏതാ? അതിഥി. അതിഥി എന്ന് പറഞ്ഞാൽ വിരുന്നുകാരൻ അല്ലെ. വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ തിന്നാനൊക്കെ കൊടുക്കും, കിടക്കാനുള്ള ബെഡും നമ്മൾ സെറ്റ് ആക്കും അല്ലെ. അപ്പൊ ആ ബെഡാണ് ഈ പറഞ്ഞിട്ടുള്ള തീ. ഇനി അതിഥി ആണെങ്കിൽ ദാ വെച്ചിട്ട് തന്നെ ദേവമാതാവ്. അനലനാണെങ്കിൽ അഗ്നി, അനിലനാണെങ്കിൽ കാറ്റ്. നല്ല നിലയിൽ നല്ല കാറ്റായിരിക്കും ആലോചിക്കാം. ലോപമാണെങ്കിൽ കുറവ്, ലോഭം ആണെങ്കിൽ പിശുക്ക്. ലാഭം ആലോചിക്കാം. ലാഭം നോക്കി നടക്കുന്ന ആൾക്കാർ ഭയങ്കര പിശുക്കന്മാരാന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. രോധനമാണെങ്കിൽ തടയൽ, പ്രതിരോധം കേട്ടോ. രോധനമാണെങ്കിൽ കരച്ചിൽ. രഥമാണെങ്കിൽ തേര്, രഥം ഈ ദായാണെങ്കിൽ കേട്ടോ. രഥം എന്ന് പറഞ്ഞാൽ ദന്തത്തിന്റെ ദാ വരാണെങ്കിൽ പല്ല്. ഇനി സുഗരമാണെങ്കിൽ എളുപ്പം, സൂകരമാണെങ്കിൽ സൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ സൂ ആണ്. സൂകരമാണെങ്കിൽ പന്നി. പായസം നിങ്ങൾക്ക് അറിയാം. വായസം എന്ന് പറഞ്ഞാൽ കാക്ക, വയസ്സായിട്ടുള്ള കാക്ക. അടുത്ത് നോക്കാം. അളി എന്ന് പറഞ്ഞാല് വണ്ട്, ആളി എന്ന് പറഞ്ഞാല് തോഴി. അളി, വണ്ട്, ആളി എന്ന് പറഞ്ഞാല് തോഴി.
അപ്പം നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അളി എന്ന് പറയുമ്പോണ്ടല്ലോ ഈ മോശപ്പെട്ട ഫുഡ് അല്ലെങ്കിൽ ഈ അളിഞ്ഞ ഫുഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അളിഞ്ഞ ഫുഡിലൊക്കെ ഇങ്ങനെ വണ്ടുകളൊക്കെ വന്നിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ട്ടോ. അളി എന്ന് പറഞ്ഞാല് വണ്ട്, ആളി എന്ന് പറഞ്ഞാല് തോഴി. അപ്പൊ പല തോഴിമാരും ഇങ്ങനെ പല പ്രശ്നങ്ങളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അല്ലെ, അതൊക്കെ ഇങ്ങനെ ആളി കത്തിക്കും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, ആളി കത്തിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ആളി എന്ന് പറഞ്ഞാല് തോഴി. ഇതൊക്കെ പലർക്കും അറിയായിരിക്കും കേട്ടോ, ഞാൻ പറയുന്നത് തീരെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത വാക്ക് പരിണാമം, പരിമാണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരിണാമം എന്ന് പറഞ്ഞാല് മാറ്റം, പരിമാണം എന്ന് പറഞ്ഞാല് അളവ്. പരിണാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഒക്കെ ഇല്ലേ, അപ്പൊ പരിണാമം എന്ന് പറഞ്ഞാല് മാറ്റമാണ്. ഓക്കെ, മാറ്റം. പരിമാണം എന്ന് പറഞ്ഞാൽ എന്താ, അളവാണ്. പരിമാണം, അളവ്. അടുത്ത നോക്കാം. അടുത്ത നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള കുറച്ച് വാക്കുകളാട്ടോ ഞാൻ പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ശ്രദ്ധിച്ചോളൂ. ഈ വാരി എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം അല്ലെങ്കിൽ ജലം എന്നുള്ള മീനിങ് ആണ് വാരി. അപ്പൊ ഈ വെള്ളത്തിന്റെ ഒപ്പം ജം വരികയാണെങ്കിൽ, അതായത് വാരി എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ള മീനിങ്ങിന്റെ ഒപ്പം ജം വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം താമരയാണ്. എന്താണ്, താമര. ജം വരികയാണെങ്കിൽ താമര. ഇനി നോക്കിയേ, വാരി ദം ആണെങ്കിൽ, ഈ ദം ആണെങ്കിൽ എന്താ, വെള്ളത്തിന്റെ ഒപ്പം ദം വരികയാണെങ്കിൽ മേഘമാണ്. ഇനി വാരി ധീ ആണെങ്കിൽ, ഈ ധീ ആണെങ്കിൽ അർത്ഥം വരുന്നത് സമുദ്രമാണ്. അതായത് വാരി എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളം എന്നുള്ളതിന്റെ ഒപ്പം ജം വരികയാണെങ്കിൽ താമര, വാരി ദം ആണെങ്കിൽ മേഘം, വാരി ധീ ആണെങ്കിൽ സമുദ്രം. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ, ഈ ധീ എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ ധാ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ, ഇതിനകത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ആലോചിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ സമുദ്രം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. വാരി ധീ ആണെങ്കിൽ സമുദ്രം. വാരി ജം എന്ന് പറയുമ്പോൾ, ഈ ജ എന്ന് പറയുമ്പോൾ നമുക്കൊരു താമര പോലെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം കേട്ടോ. അപ്പൊ വാരി ജം എന്ന് പറഞ്ഞാല് താമര, വാരി ദം എന്ന് പറഞ്ഞാല് മേഘം. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് കേട്ടോ അടുത്തത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. അംബുജം, അംബുജം, അംബുദം, അംബുദി. ഇവിടെ നോക്കുക, അമ്പു എന്ന് പറഞ്ഞാല് വെള്ളമാണ്. അപ്പൊ വെള്ളത്തിന്റെ ഒപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ ജം വരികയാണെങ്കിൽ എന്താ മീനിങ് വരുന്നത്, താമര. കേട്ടോ, അമ്പു എന്ന് പറഞ്ഞാല് വെള്ളം, ജം വരികയാണെങ്കിൽ താമര, അമ്പുവിന്റെ ഒപ്പം ദം വരികയാണെങ്കിൽ മേഘം. ഇതേപോലെ തന്നെ അമ്പുവിന്റെ ഒപ്പം ധീ വരികയാണെങ്കിൽ, ഈ ധാ വരികയാണെങ്കിൽ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ആലോചിക്കുക, സമുദ്രം. കേട്ടോ, സമുദ്രം. ഇനി അടുത്ത് നോക്കിയേ, നീരജം. നീരെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വെള്ളമാണ് അല്ല, അതിന്റെ ഒപ്പം ജം വന്നാൽ താമര, നീരദം വരികയാണെങ്കിൽ മേഘം, നീരധീ ആണെങ്കിൽ സമുദ്രം. ഇനി നമ്മുടെ ലാസ്റ്റ് ആണ്, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ വാക്ക് തന്നെയാണ് കേട്ടോ. അബ്ദം എന്ന് പറഞ്ഞാൽ ആണ്ടാണ്. അബ്ദം എന്ന് പറഞ്ഞാൽ ആണ്ട്, ശതാബ്ദം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ആണ്ടാണ്. അബ്ധിയാണ് കേട്ടോ. അബ്ധി എന്ന് പറയുമ്പോൾ ഈ ധായാണ്, ശ്രദ്ധിക്കണം, ഈ ധാ. ഓക്കെ, അപ്പൊ അബ്ധി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നീരധി, ഈ ധാ വരുമ്പോൾ അത് സമുദ്രം. കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, നമ്മുടെ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി ക്ലാസ്സും അതുപോലെ തന്നെ സയൻസിന്റെ ഫ്ലൂയിഡ്സിന്റെ ഒരു ക്ലാസ്സും കൂടെ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ സബ്ജക്ട്സും കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ലേറ്റ് ആവുന്നത്. കാരണം എല്ലാതും നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കുന്ന രീതിയിലും കൂടെ പ്രസന്റ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നാളെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ്സ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു.